യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ പേരിൽ വ്യാപകമായ തട്ടിപ്പിന് ശ്രമിച്ച കെ.എ. പോളിന്റെ പൊയ്മുഖം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. 2 ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്നുള്ള പോളിന്റെ വാദം കള്ളമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഗൾഫ് കേന്ദ്രീകരിച്ച് സജീവ ചർച്ചകൾ നടക്കുന്നതായി ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചതോടെ നിമിഷപ്രിയയുടെ പേരിൽ കള്ളക്കണ്ണീരൊഴുക്കി വ്യാജ രക്ഷാകർത്താവ് ചമന് പണം പിരിച്ച് കമ്മീഷൻ അടിച്ചെടുക്കുകയായിരുന്നു കെ.എ. പോൾ എന്ന പാസ്റ്ററുടെ ലക്ഷ്യമെന്ന് വ്യക്തമാകുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് യമനിൽ ബന്ധമുള്ള പ്രവാസി വ്യവസായികൾ വഴി ഖത്തറും UAEയും കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് എന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോസിറ്റീവായ വിവരം കേൾക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ കാന്തപുരത്തെ മറികടക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നു. ഇതോടെ പോൾ തെറ്റിദ്ധരിപ്പിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന സംശയവും ശക്തമാകുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും സുഭാഷ് ചന്ദ്രനെയും ഈ കേസിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്കണം എന്നതടക്കം 3 ആവശ്യങ്ങളുമായി പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും ചേർന്ന് പോളിന്റെ പൊയ്മുഖം കോടതിയിൽ വലിച്ചു കീറി. കോടതി ശക്തമായ വിമർശന ശരങ്ങൾ ഉന്നയിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ഹർജിയും പിൻവലിച്ച് പോൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നിമിഷപ്രിയയുടെ മോചനത്തിന് താനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കാനായിരുന്നു പോളിന്റെ ശ്രമം. ഇതിൽ അവസാനത്തേതാണ് ഓഗസ്റ്റ് 25-ന് നിമിഷപ്രിയയെ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞ് പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ മാസം 22-നായിരുന്നു പോൾ 3 ആവശ്യങ്ങളുമായി സുപ്രീം കോടതിയിലെത്തിയത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നായിരുന്നു ഒന്ന്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സുഭാഷ് ചന്ദ്രനെയും ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് വിലക്കണം എന്നത് മറ്റൊരു ആവശ്യം. അതുപോലെ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ തന്നെ മാത്രം അനുവദിക്കണം. ഇതായിരുന്നു 3 ആവശ്യങ്ങൾ. എന്നാൽ പ്രശസ്തിക്ക് വേണ്ടിയാണോ ഹർജിയുമായി എത്തിയത് എന്നായിരുന്നു കോടതിയുടെ വിമർശനം. കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതിനിടെ നിമിഷ കഴിയുന്ന സനായിലെ ജയിലിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് അവകാശപ്പെട്ട് ഒരു വ്യാജ ഇമെയിലും പോൾ കോടതിയിൽ ഹാജരാക്കി. ഇതും പൊളിഞ്ഞു പോകുകയാണ് ഉണ്ടായത്. പോളിന്റെ ഒരു ആവശ്യം പോലും അംഗീകരിക്കാതെയാണ് കോടതി ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം ആക്ഷൻ കൗൺസിലിന്റെയും വിശദീകരണങ്ങളും കോടതി കേട്ടിരുന്നു. നിമിഷയുടെയും കുടുംബത്തിന്റെയും വക്കാലത്തുമായാണ് പോൾ എത്തിയത് എന്നാണ് ഇതിലൊക്കെ വിചിത്രമായ കാര്യം. കാന്തപുരവും ആക്ഷൻ കൗൺസിലും നിമിഷയുടെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്തുന്നു. തലാലിന്റെ കുടുംബവുമായി കാന്തപുരത്തിനോ സൂഫി പണ്ഡിതന്മാർക്കോ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയായിരുന്നു പോളിന്റെ വാദങ്ങൾ. മാധ്യമങ്ങളെ വിലക്കിയില്ല എങ്കിൽ ദിയാദിന ചർച്ചകളെയും നയതന്ത്ര ശ്രമങ്ങളെയും ബാധിച്ചേക്കാമെന്നും പോൾ പറഞ്ഞുവെങ്കിലും യമനിലെ കാര്യങ്ങൾ തങ്ങളുടെ അധികാര പരിധിയിൽ അല്ലാത്തതിനാൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞ കോടതി മോചനത്തിന്റെ വിഷയം കേന്ദ്രം നോക്കുമെന്നും അതിൽ ഇടപെടേണ്ട എന്നും പോളിനോട് നിർദ്ദേശിച്ചു. കേന്ദ്രത്തിന്റെ നിലപാട് കൂടി കോടതി ചോദിച്ചറിയുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് എന്നും കോടതി തർക്കവേദിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കേന്ദ്രം കോടതിയോട് പറഞ്ഞു. മാധ്യമങ്ങളെ വിലക്കുന്ന ആവശ്യം നിലനിൽക്കുന്നില്ലെന്നും കേന്ദ്രം എല്ലാ സഹായവും നൽകുന്നുണ്ട് എന്നും ആക്ഷൻ കൗൺസിലും അറിയിച്ചതോടെ ഹർജി തള്ളുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിലെ അപകടം മനസ്സിലാക്കിയാണ് കെ.എ. പോൾ ഹർജി പിൻവലിച്ച് മുങ്ങിയത്. ഇനി എന്താണ് പോളിന്റെ ഉദ്ദേശം എന്നത് പരിശോധിക്കണം. നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്കെങ്കിലും റദ്ദാക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സൂഫി പണ്ഡിതന്മാരും നടത്തിയ ഇടപെടൽ വിജയം കണ്ടതോടെയാണ് ഈ സംഭവങ്ങളുടെയെല്ലാം തുടക്കം. ആദ്യം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിരുന്നു ശ്രമം. ഇതിനായി കാന്തപുരം ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും പരാജയപ്പെട്ടുവെന്നും പ്രചരിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് എന്തുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിന് ഈ അവസരം ഉപയോഗിച്ചുകൂടാ എന്ന് പോൾ ചിന്തിച്ചു. അങ്ങനെയാണ് സാമ്പത്തിക പിരിവിന് പോൾ തയ്യാറാകുന്നത്. ആദ്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ പണപ്പിരിവ് പോസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. അങ്ങനെ പണപ്പിരിവ് നടത്തണമെങ്കിൽ കാന്തപുരത്തെ അകറ്റണം. അതിനാണ് കോടതിയെ കരുവാക്കാൻ ശ്രമിച്ചത്. എന്നാൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ കോടതി കൃത്യമായി തന്നെ ഇടപെട്ടു. കേരളത്തിന്റെ സഹായ മനസ്ഥിതി ചൂഷണം ചെയ്ത് കോടികൾ പിരിച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചെടുക്കുക, ഇതായിരുന്നു പോളിന്റെ ഉദ്ദേശം. ഇതിനായി തലാലിന്റെ സഹോദരനെ ബന്ധപ്പെടുകയും കോടിക്കണക്കിന് രൂപ ദിയാദനമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തലാലിന്റെ സഹോദരനും ഈ കപട വാഗ്ദാനത്തിൽ കുടുങ്ങിയതായാണ് സൂചന. പോളിന്റെ പണപ്പിരിവിനെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരുന്നു. കോടികളുടെ പണപ്പിരിവാണ് നടത്താനിരുന്നത്. ഒപ്പം ജേക്കബ് ചെറുവള്ളി എന്ന സൗദി വ്യവസായിയെയും സംശയത്തോടെയാണ് കേന്ദ്രം നോക്കിക്കണ്ടത്.
പോളിന്റെയും നിമിഷയുടെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സാമുവൽ ജെറോമിന്റെയും അനാവശ്യ ഇടപെടലുകൾ നിമിഷയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ട്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും ദിയാദന നൽകി മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ധാരണയായിട്ടില്ല. ഇതിന് കാരണം ഈ രണ്ട് വ്യക്തികളുടെ ഇടപെടലാണ്. നിമിഷയുടെ അമ്മ സാമുവലിനൊപ്പമാണ്, ഭർത്താവും മകളും പോളിനൊപ്പവും. ഇവരെ ഒന്നിച്ചുകൂട്ടി തലാലിന്റെ കുടുംബത്തെ കണ്ട് സംസാരിക്കാതെ ദിയാദനത്തെക്കുറിച്ച് ചർച്ച നടത്താനാകില്ല. പോളിന്റെയും സാമുവലിന്റെയും ഇടപെടൽ കാരണം കുടുംബത്തെ ബന്ധപ്പെടാനുമാകുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരിക്കൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടലിൽ നിന്ന് പിന്മാറുന്നു എന്ന് ആക്ഷൻ കൗൺസിൽ പോലും നിലപാടെടുത്തത്. പോളിന്റെ ഹർജി കോടതി തള്ളിയതോടെ വീണ്ടും കാന്തപുരത്തിന്റെയും ആക്ഷൻ കൗൺസിലിന്റെയും ഇടപെടലുകൾക്ക് പ്രതീക്ഷയുണ്ട്. നിമിഷയെ തൂക്കിലേറ്റാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി കേസ് കോടതിയിലെത്തിച്ച് അത് കാട്ടി പണപ്പിരിവ് നടത്തി വലിയ തട്ടിപ്പിനാണ് പോളും സംഘവും ശ്രമിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. ആദ്യത്തെ ദിവസം നിമിഷയെ 2 ദിവസത്തിനകം തൂക്കിലേറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. മുൻപ് തന്റെ ഇടപെടലിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് എന്നും കാന്തപുരം മാപ്പ് പറയണമെന്നും പോൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇനിയും നിമിഷയുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.